സോ ഹായ് ഗീസ്, ഞാനാണെങ്കിൽ ഇന്ന് നിങ്ങൾക്ക് ന്യൂ ആയിട്ടുള്ളൊരു ഗെയിം പരിചയപ്പെടുത്തി തരാൻ വേണ്ടിയിട്ടാണ് വന്നത്. ഈ ഗെയിമിൻ്റെ പേര് ഇന്ത്യൻ വെഹിക്കിൾസ് ഡ്രൈവിംഗ് സിമുലേറ്റർ എന്നാണ്. അപ്പോൾ ഗീസ് ഇതിൻ്റെ അകത്താണെങ്കിൽ അടിപൊളിയായിട്ടുള്ള കുറേ ഐറ്റംസ് നമുക്ക് എടുക്കാനായിട്ട് പറ്റും. എന്തായാലും അതൊക്കെ ഞാൻ പറഞ്ഞുതരാം. മാക്സിമം എൻ്റെ ഒരു കാണുക. ചിലപ്പോൾ നിങ്ങൾ ഈ ഒരു ഗെയിം പിന്നെ നിർത്തത്തില്ല. ഗീസ് കളിച്ച് തുടങ്ങി കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നിങ്ങൾ ഇന്ത്യൻ ബൈക്ക് ഡ്രൈവിംഗ് ഒക്കെ നിർത്തിയിട്ട് ഇതിലേക്ക് വരുന്നതായിരിക്കും. ഇതിൻ്റെ അകത്ത് കുറച്ചുകൂടി ക്ലാരിറ്റിയും അതുപോലെ തന്നെ ഒറിജിനാലിറ്റിയൊക്കെ നമുക്ക് ഫീൽ ചെയ്യും. എന്തായാലും നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് പറ്റും. കുറേയധികം ബസ്സൊക്കെ പോകുന്നുണ്ട്. പക്ഷേ ഇതിൻ്റെ അകത്തൊരു പ്രശ്നം എന്ന് പറയുമ്പം നമുക്ക് ബസ്സിലൊന്നും കയറി ഇരിക്കാനായിട്ട് പറ്റത്തില്ല. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അതുപോലെ തന്നെ ഓടുന്ന സെക്ഷനൊക്കെ നിങ്ങൾ നോക്കുക, അടിപൊളിയാണ്. നിങ്ങൾക്ക് ഈ ഒരു ഗെയിം ഇഷ്ടപ്പെടുമെന്ന് എനിക്ക് ഉറപ്പാണ്. അതുപോലെ തന്നെ നമുക്കിവിടെ ക്യാരക്ടേഴ്സ്, ആനിമൽസ്, NPC, അതുപോലെ തന്നെ കളേഴ്സ്, സെറ്റിങ്സ്, അതുപോലെ തന്നെ നമ്മുടെ കൺട്രോൾസ് ഐഡ് ചെയ്യാനൊക്കെ പറ്റും. അടിപൊളിയായിട്ടുള്ളൊരു ഗെയിമാണ്. എന്തായാലും ഞാൻ ഓരോ ഐറ്റംസ് എടുത്ത് നിങ്ങളെ കാണിച്ചു തരാം. അതുപോലെ തന്നെ ഇതിൻ്റെ അകത്ത് കുറേയധികം ആനിമൽസിന് നമുക്ക് എടുക്കാം. ഇഷ്ടം പോലെ ഉണ്ട്. ഈ പറയാനാണെങ്കിൽ ബുള്ളറ്റ് ഉണ്ട്. അതുപോലെ തന്നെ കുറേയധികം ഐറ്റംസ് ഇവിടെ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. ഇതിൻ്റെ അകത്ത് നമ്മളിങ്ങനെ സെലക്ട് ചെയ്താണ് നമ്മൾ ഓരോ NPCനെയും അതുപോലെ തന്നെ ബുള്ളറ്റും കാറും എല്ലാം തന്നെ സ്പോൺ ചെയ്യുന്നത്. അപ്പോൾ ഒരിക്കലും നമുക്ക് കോഡ് അടിക്കേണ്ട ആവശ്യം വരുന്നില്ല. അത് ഇതിൻ്റെ മെയിനായിട്ടൊരു അഡ്വാൻറ്റേജ് ആണ്. എത്ര കൂട്ടുകാർ ഇത് കളിക്കുന്നുണ്ടെന്ന് എനിക്കറിയത്തില്ല. കളിക്കാത്ത കൂട്ടുകാരാണെങ്കിൽ മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. ഈ സിറ്റി ഫുള്ളായിട്ട് ഞാൻ എക്സ്പ്ലോർ ചെയ്ത് കാണിച്ചു തരാം. അതുപോലെ തന്നെ എന്തൊക്കെ കോഡാണ് ഇതിൻ്റെ അകത്തുള്ളതെന്നും ഞാൻ ഇന്നത്തെ വീഡിയോയിലൂടെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറഞ്ഞിരുന്നതായിരിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഇപ്പം തന്നെ പോയിട്ടൊന്ന് ലൈക്ക് ചെയ്തിട്ട് താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്തായിരിക്കാവുന്ന ബെല്ലൈക്കൺ ഓൾ ഓപ്ഷൻ സെറ്റ് ചെയ്യാനായിട്ട് ഒട്ടും മറക്കരുത്. എന്നെ ഇഷ്ടപ്പെടുന്ന എൻ്റെ കൂട്ടുകാരാണെങ്കിൽ അത് ഉറപ്പായിട്ടും ചെയ്തു നോക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. പിന്നെ ഈ എത്ര കൂട്ടുകാർക്ക് ഈ ഒരു ഗെയിം ഇഷ്ടപ്പെടുമെന്ന് എനിക്കറിയത്തില്ല. ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും നിങ്ങൾ മസ്റ്റായിട്ടും താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ഈ ഒരു ഗെയിം ഇഷ്ടപ്പെട്ടെങ്കിൽ അത് താഴെ കമൻറ്റ് ചെയ്യില്ലെങ്കിലോ അത് താഴെ കമൻറ്റ് ചെയ്യാനായിട്ട് ഒട്ടും മറക്കരുത്. അപ്പോൾ ഇപ്പം നമ്മൾ നേരെ പോകുമ്പോൾ ഒരു വീട് കാണാം. അതുപോലെ തന്നെ ഇവിടെ ആയിട്ടൊരു ചെളിക്കുണ്ടുണ്ട്. ഞാനാണെങ്കിൽ ചെളിക്കുണ്ടിൽ പെട്ടുപോയി. അപ്പോൾ ഈ ഒരു ഗെയിമിൽ എങ്ങനെയാണ് നമ്മുടെ വെടിക്കെട്ടിൻ്റെ ഓപ്ഷനൊക്കെ ഉണ്ട്. ഈ ദീപാവലിയുടെ ഓപ്ഷൻ ഉണ്ട്. അതുപോലെ തന്നെ ചുഴലിക്കാറ്റ് നമുക്ക് ഈ ഒരു ഗെയിമിൽ കൊണ്ടുവരാനായിട്ട് പറ്റും. അങ്ങനെയുള്ള അടിപൊളിയായിട്ടുള്ള ഓപ്ഷൻസൊക്കെ ഈ ഒരു ഗെയിമിലുണ്ട്. എന്തായാലും അതൊക്കെ എങ്ങനെയാണ് എടുക്കുന്നതെന്ന് ഞാൻ പറഞ്ഞുതരാം. നിങ്ങളെല്ലാ കൂട്ടുകാരും സ്കിപ്പ് ചെയ്യാതെ എൻ്റെ വരെ കാണാനായിട്ട് ശ്രമിക്കുക. അങ്ങനെ ഞാനാണെങ്കിൽ ഇങ്ങോട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് പോലീസ് NPCനെയൊക്കെ എങ്ങനെയാണ് എടുക്കുന്നതെന്ന് ഞാൻ പറഞ്ഞുതരാം. ഇതിന് വേണ്ടിയിട്ട് നിങ്ങൾ ഇവിടെ ആയിട്ട് നിങ്ങൾക്ക് കാണാനായിട്ട് ഒരു NPCs എന്ന് കാണാം, ക്യാരക്ടേഴ്സ് എന്ന് കാണാം. അതിൻ്റെ അകത്ത് NPCസിൽ ഞെക്കണം. NPCs ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇവിടെ NPCs ഇൻ വെഹിക്കിൾസ് എന്ന് പറഞ്ഞ് കാണാം. അതുപോലെ അങ്ങനെ കുറേയധികം ഐറ്റംസ് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. ഇതിൻ്റെ അകത്ത് നിങ്ങൾ ടിക്ക് ചെയ്തിട്ട് ഇങ്ങനെ ആ ഒരു താഴത്തെ സാധനം കുറച്ച് ഇങ്ങോട്ട് വലിക്കുമ്പോഴായിരിക്കും ഇതൊക്കെ നമ്മുടെ ഗെയിമിലേക്ക് ആടാകുന്നുണ്ടായിരിക്കാം. എന്തായാലും ഇവിടെയായിട്ട് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും പോലീസ് എന്ന് പറഞ്ഞിട്ട് ഞാൻ ചേഞ്ച് വോളിയം എന്നുള്ള ഓപ്ഷൻ ഇങ്ങനെ കൊടുക്കുമ്പോഴത്തേക്കും നമ്മുടെ പോലീസ് നമ്മുടെ അടുക്കിലേക്ക് നടന്നു വരുന്നുണ്ട്. ഒരാളാണ് അവിടെ നിൽപ്പുണ്ട്. അപ്പോൾ ഇങ്ങനെ തന്നെയാണ് നിങ്ങളുടെ ഗെയിമിലേക്ക് നിങ്ങൾക്ക് പോലീസ് NPCനെ വിളിക്കാനായിട്ട് പറ്റുന്നത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് അവിടെ പഞ്ചാബി, അതുപോലെ ബോയ്, ലേഡി, അങ്ങനെ രാജസ്ഥാനി എന്നൊക്കെ പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ അകത്ത് നിങ്ങൾ ടിക്ക് ചെയ്തിട്ട് ഈ താഴത്തെ ചേഞ്ച് വോളിയം എന്ന് പറഞ്ഞ് ഇതൊക്കെ വലിക്കുമ്പോഴത്തേക്കും പിന്നെ ഒരു കാര്യമുണ്ട്. നമുക്ക് ഈ NPCനെ കൊണ്ട് എന്ത് വേണമെങ്കിലും ചെയ്യിക്കാനായിട്ട് പറ്റും. വേണമെങ്കിൽ ഇപ്പം മണ്ണ് കുഴിക്കണമെങ്കിൽ മണ്ണ് കുഴിക്കുന്ന പോലെ ഈ പോലീസായാലും ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള ഒരു ഓപ്ഷനൊക്കെ ഉണ്ട്. ഞാൻ ആ ഒരു സെക്ഷൻ അടുത്തൊരു വീഡിയോയിൽ കാണിക്കാം. ഈ ഒരു വീഡിയോയിൽ എന്തോരം ഇതിൻ്റെ അകത്ത് ആനിമൽസിനെ ആഡ് ചെയ്യുന്നത് എങ്ങനെയാണെന്നും അതുപോലെ തന്നെ ഇവിടെ ആയിട്ട് നിങ്ങൾക്ക് നമ്മുടെ ആ ഒരു ഇന്ത്യൻ സ്റ്റൈലിൽ വസ്ത്രമൊക്കെ ധരിച്ച ഒരു ലേഡി വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു ബോയ് വന്നിട്ടുണ്ട്. പിന്നെ രാജസ്ഥാനി വന്നിട്ടുണ്ട്, പഞ്ചാബി വന്നിട്ടുണ്ട്. അപ്പോൾ ഇവരെയൊക്കെ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. നമ്മുടെ ഇന്ത്യയിലെ ട്രഡീഷണൽ ലുക്കാണ് ഇവർ ഫുള്ളായിട്ടുള്ളത്. നിങ്ങൾക്കിത് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അതുപോലെ തന്നെ എത്ര കൂട്ടുകാർക്ക് ഈ ഒരു ഗെയിം ഇഷ്ടപ്പെട്ടെന്ന് എനിക്കറിയത്തില്ല. മാസ്റ്റേറ്റ് നിങ്ങൾ എല്ലാ കൂട്ടുകാരും ട്രൈ ചെയ്ത് നോക്കുക. ഇന്ത്യൻ വെഹിക്കിൾസ് ഡ്രൈവിംഗ് 3D എന്നാണ് ഈ ഒരു ഗെയിമിൻ്റെ പേര്. കുറേ പേര് കളിക്കുന്നുണ്ടായിരിക്കും. അത്യാവശ്യം നല്ലൊരു ക്വാളിറ്റിയും ഗ്രാഫിക്സും ആണ് ഇത് കളിക്കുമ്പോഴായാലും നമുക്ക് കിട്ടുന്നത്. ഇപ്പം നമ്മൾ iOSലാണ് റെക്കോർഡ് ചെയ്യുന്നതെങ്കിലും പിന്നെ നമ്മൾ ഫോണിൽ കളിച്ചപ്പോഴും അത്രയധികം ക്വാളിറ്റിയൊക്കെ ഉണ്ട്. പിന്നെ ഈ ഒരു പഞ്ചാബി നമ്മളിക്കൽ എന്തോ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ ആ പോലീസ് അവിടെ സംസാരിക്കുന്നുണ്ട്. പലരും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഓടി നടക്കുന്നുണ്ട്. ഒരാൾ പലതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ ആണെങ്കിൽ ഇവിടെ ഒരു പെണ്ണ് നിൽപ്പുണ്ട്. ഈ ഒരു ലേഡിയും നമ്മൾക്ക് എന്തോ ഇങ്ങനെ പറയുന്ന പോലെ ആണ് നിൽക്കുന്നത്. അപ്പോൾ ഇങ്ങനെയൊക്കെ നിങ്ങൾക്ക് NPCസിനെ കൊണ്ട് ചെയ്യിക്കാനായിട്ട് പറ്റും. അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഈ NPCസിൻ്റെ
ഒരു സാധനം കൂടെ ചെയ്യണം. MBCCനെ വിളിച്ചാൽ മാത്രം പോരാ. അപ്പോൾ അത് ഞാൻ പറഞ്ഞുതരാം. ഈ ഒരു വീഡിയോയ്ക്ക് എന്തോരം റീച്ച് പോകുമെന്ന് ഞാൻ നോക്കട്ടെ. കാരണം ഇത് ഇഷ്ടപ്പെട്ടാൽ മാത്രമേ നമ്മൾ നെക്സ്റ്റ് പാർട്ട് ഇട്ടിട്ട് കാര്യമുള്ളൂ. പാർട്ട് 2 നമ്മൾ ചെയ്യണോ വേണ്ടതെന്ന് മസ്റ്റായിട്ടും താഴെ ഒന്ന് കമൻറ്റ് ചെയ്യാം. പിന്നെ ഈ ഒരു വീഡിയോ ഇതുവരെയായിട്ട് കണ്ടിട്ട് ലൈക്ക് ചെയ്ത് കൂട്ടുകാരാണെങ്കിൽ ഓടിപ്പോയി ഒന്ന് ലൈക്ക് ചെയ്തിട്ട് താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്ത് സൈഡിൽ കാണുന്ന ബെല്ലൈക്കൺ ഓപ്ഷൻ സെറ്റ് ചെയ്ത് വെച്ചേക്കുക. ഇവിടെയായിട്ട് ഒരു പോലീസ് ആണെങ്കിൽ നമ്മൾ ഫ്രണ്ടിൽ കയറി ഇരുന്നപ്പോൾ പുള്ളിയാണ് സ്റ്റക്കായി അവിടെ നിന്നിട്ടുണ്ട്. അടിപൊളിയായിട്ടുള്ള MBCs ആണെങ്കിൽ ഇവിടെ ഓരോരുത്തർ ഓടി നടപ്പുണ്ട്. അതുപോലെ പോലീസുണ്ട്. അങ്ങനെ കുറേ ഐറ്റംസ് ഉണ്ട്. ഇതിൻ്റെ അത് ആനിമൽസിനെ നമുക്ക് ഇനി വിളിക്കാനായിട്ട് പറ്റും. അങ്ങനെ ഒരു ഓപ്ഷൻ കൂടെ ഉണ്ട്. എന്തായാലും അത് ഞാൻ പറഞ്ഞുതരാം. ഇവിടെയായിട്ട് കുറേയധികം നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. നമ്മുടെ തൊപ്പിയും അതൊക്കെ മാറ്റാനായിട്ട് പറ്റും. അങ്ങനെ കുറേയധികം സെക്ഷൻസ് ഉണ്ട്. പക്ഷേ ഇതിൻ്റെ അകത്ത് ഒരിക്കലും നമുക്ക് കോഡ് അടിക്കേണ്ടി വരത്തില്ല. അപ്പോൾ എങ്ങനെയാണ് കുറേ ഐറ്റംസ് ഒക്കെ ചെയ്യുന്നതെന്ന് ഞാൻ ഇന്നത്തെ വീഡിയോയിലൂടെ പറയുന്നില്ല. അതുപോലെ തന്നെ പറഞ്ഞു തീർക്കാനായിട്ട് പറ്റുന്നില്ല. അത്രത്തോളം ഉണ്ട്. പിന്നെ പാരറ്റും അതുപോലെ തന്നെ ബേഡ്സിനെയൊക്കെ എങ്ങനെയാണ് വിളിക്കുന്നതെന്ന് കൂടെ ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരാം. പിന്നെ ഇവിടെയായിട്ട് ഞാനൊരു അടിപൊളിയായിട്ടുള്ള രാജസ്ഥാനി ട്രക്ക് ഞാൻ വിളിച്ചിട്ടുണ്ട്. രാജസ്ഥാനി ട്രാക്ടറാണ് ഇത് ഒരു ട്രാക്ടറിൽ ഫുള്ളായിട്ട് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. PK മോഡിഫിക്കേഷൻ എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. കൊള്ളാമല്ലേ? നൈസായിട്ടുള്ളൊരു വണ്ടിയാണ് ഈ ഒരു വണ്ടി നിങ്ങൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ ഇല്ലയോ എന്ന് മസ്റ്റായിട്ടും താഴെ കമൻറ്റ് ചെയ്യുക. എന്തായാലും ഞാൻ ഈ ഒരു വണ്ടി എടുത്തുകൊണ്ട് നേരെ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോവാണ്. നിങ്ങളെ വെടിക്കെട്ടൊക്കെ എങ്ങനെയാണ് എടുക്കുന്നതെന്നൊക്കെ കാണിച്ചു തരണ്ടേ. നമ്മുടെ ദീപാവലി മോഡ് നിങ്ങൾക്ക് ഇതിൻ്റെ അകത്ത് ആക്ടിവേറ്റ് ആക്കാനായിട്ട് പറ്റും. അപ്പോഴത്തേക്കും നമ്മുടെ പടക്കമൊക്കെ മേളിൽ പൊട്ടുന്നതായിട്ട് നിങ്ങൾക്ക് ലൈവായിട്ട് നിന്ന് കാണാം. ഒരു ഗെയിമിൽ ഇങ്ങനെയൊക്കെ കാണാൻ പറ്റുമെന്ന് പറഞ്ഞാൽ തന്നെ അതിശയമാണ്. നിങ്ങൾ മസ്റ്റായിട്ട് ഈ ഒരു ഗെയിം ട്രൈ ചെയ്ത് നോക്കാത്ത കൂട്ടുകാരാണെങ്കിൽ മസ്റ്റായിട്ട് ഈ ഒരു ഗെയിം ട്രൈ ചെയ്ത് നോക്കുക. അടിപൊളിയായിട്ടുള്ളൊരു ഗെയിമാണ്. എന്തായാലും ഞാൻ നേരെ വണ്ടി മേലോട്ട് കയറ്റുന്നുണ്ട്. അപ്പോൾ ഞാൻ വണ്ടി ഇവിടെ നിർത്തിയിട്ട് ഇങ്ങോട്ട് മാറിയപ്പോഴത്തേക്കും വണ്ടി തന്നെ ഇങ്ങനെ മൂവ് ആയിക്കൊണ്ടിരിക്കുകയാണ്. എന്തോ ബഗ്ഗായതാണെന്ന് തോന്നുന്നു. പുള്ളിക്കാരൻ അങ്ങനെ തന്നെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഞാനൊന്നും ചെയ്യുന്നില്ല. പുള്ളിയാണെങ്കിൽ അങ്ങനെ തന്നെ കറങ്ങുന്നുണ്ട്. നമ്മുടെ ഇന്ത്യൻ ബൈക്ക് ഡ്രൈവിങ്ങിലൊക്കെ പോലെ തന്നെ ഇതിൻ്റെ അകത്ത് കുറേയധികം ബഗ്ഗുകളുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെ ഞാനിങ്ങനെ മേലോട്ട് വന്നപ്പോഴത്തേക്കും ഇവിടെയായിട്ട് നമ്മുടെ റെയിൽവേ സ്റ്റേഷൻ ഉണ്ട്. അതുപോലെ തന്നെ ഇത് നിൽക്കുന്നില്ല. ഞാൻ അത് തന്നെ കുറേ നേരം നോക്കിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ഇതിൻ്റെ ആ ഒരു ലുക്ക് ഉണ്ടോ വണ്ടിയുടെ, അടിപൊളിയാണ്. അപ്പോൾ ഞാൻ മസ്റ്റായിട്ടും പറയുകയാണ് എല്ലാ കൂട്ടരും 1 ടൈമെങ്കിലും ഈ ഒരു ഗെയിം ട്രൈ ചെയ്ത് നോക്കുക. ന്യൂഡൽഹി എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. ന്യൂഡൽഹി റെയിൽവേ സ്റ്റേഷൻ പോലാണോ ഇത് ചെയ്തിരിക്കുന്നതെന്ന് എനിക്കറിയത്തില്ല. കാരണം ഞാൻ ന്യൂഡൽഹി പോയിട്ടില്ല. നിങ്ങൾ ആരെങ്കിലും പോയിട്ടുണ്ടെങ്കിലും ജസ്റ്റ് ഈ ഒരു മോഡലാണോ അവിടെ ഇരിക്കുന്നതെന്ന് ജസ്റ്റ് താഴെ ഒന്ന് കമൻറ്റ് ചെയ്യാം. അതുപോലെ തന്നെ ഇവിടെയായിട്ട് നമുക്ക് വെടിക്കെട്ടൊക്കെ ഓണാക്കാനായിട്ട് പറ്റും. അതെങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. ഞാൻ ചെയ്യുന്ന അതേപോലെ തന്നെ നിങ്ങളും ചെയ്യാനായിട്ട് ശ്രമിക്കും. ഇവിടെ പോലീസിനെയും എല്ലാത്തിനെയും നമ്മൾ വിളിച്ചായിരുന്നു. അതുപോലെ തന്നെ ഇവിടെയായിട്ട് കുറേയധികം ഐറ്റംസ് ഉണ്ട്. നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. നമ്മുടെ പോലീസും ലേഡീനെയൊക്കെ നമ്മൾ കാണിച്ചാണ്. അതുപോലെ MBCs ഫുള്ളായിട്ട് ഞാൻ കാണിച്ചു തന്നതാണ്. പിന്നെ പാരറ്റിനെയും അതുപോലെ തന്നെ ബേഡ്സിനെ എങ്ങനെയാണെന്ന് വിളിക്കുന്നതെന്നും കാണിച്ചു തന്നതാണ്. അപ്പോൾ നിങ്ങൾ വീഡിയോയുടെ എൻ്റെ വരെ മാക്സിമം കാണാനായിട്ട് ശ്രമിക്കുക. ഇതിൻ്റെ അകത്ത് കുറേയധികം ഓപ്ഷൻ ഉണ്ട്. കാർ മോഡിഫിക്കേഷൻ, അതുപോലെ തന്നെ ട്രെയിൻ മോഡിഫിക്കേഷനൊക്കെ കുറേയധികം ഉണ്ട്. ഞാൻ ഇതിൻ്റെ അകത്ത് കുറേയധികം സാധനമൊക്കെ ചേഞ്ചും ആഡൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ ഇപ്പം നിങ്ങൾക്ക് കാണാനൊന്നും പറ്റത്തില്ല. പക്ഷേ ഈ ഒരു വെടിക്കെട്ടാണെങ്കിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത്. കാരണം ദീപാവലി മോഡെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. നമ്മൾ ഒരു പടക്കം പൊട്ടുന്ന രീതിയിൽ ആക്ടിവേറ്റ് ആക്കുന്നതാണ്. അതുപോലെ തന്നെ ദീപാവലിയാണ് കറക്റ്റായിട്ട് അവിടെ വരുന്നതും. ഞാൻ കാണിച്ചു തരാം. ചുള്ളിക്കാറ്റൊക്കെ വരും നമ്മൾ അത്രയധികം അടിപൊളിയാണ്. അതിന് വേണ്ടിയിട്ട് ഞാനാണെങ്കിൽ നൈസായിട്ട് ഇവിടെ നിൽക്കുമ്പോൾ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും വെതറിൻ്റെ ഓപ്ഷൻ ഇല്ല. അതിൻ്റെ ദീപാവലി ഉണ്ട്. അതുപോലെ തന്നെ അതിൻ്റെ അകത്ത് കുറേയധികം ഓപ്ഷൻസ് ഉണ്ട്. അതിൻ്റെ അകത്ത് എല്ലാം നമ്മൾ ടിക്ക് ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്കും നമുക്കിവിടെ പടക്കം പൊട്ടുന്നതായിട്ട് കാണാം. ഞാൻ ആദ്യം വിചാരിച്ച് ഈ ലൈറ്റ് കത്തുന്നത് എന്താണെന്ന്. പിന്നാണെന്ന് എനിക്ക് മനസ്സിലായത് മെയിലായിട്ട് ഫുള്ളായിട്ട് പടക്കം പൊട്ടിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും അത് ഞാൻ കാണിച്ചു തരാം. ഇതിൻ്റെ അകത്ത് പടക്കം പൊട്ടുന്നതായിട്ട് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. അത്യാവശ്യം വേറെ ലെവൽ ലുക്കാണ്. അത് ഞാൻ ഇറങ്ങി കാണിച്ചു തരാം. ഞാൻ ഈ ഒരു ട്രാക്ടറിൽ നിന്ന് നിങ്ങളെ ഇറങ്ങിയിട്ട് ഡീറ്റെയിൽ ആയിട്ട് തന്നെ കാണിച്ചു തരാം. പിന്നെ വീഡിയോ ഇതുവരെയായിട്ട് കണ്ടിട്ട് ലൈക്ക് ചെയ്ത് കൂട്ടുകാരാണ് ഓടിപ്പോയി ഒന്ന് ലൈക്ക് ചെയ്തിട്ട് താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്ത് ആയിരിക്കും ബെല്ലൈക്കൺ ഓപ്ഷൻ സെറ്റ് ചെയ്ത് വെക്കാനായിട്ട് ഒട്ടും മറക്കരുത്. എന്നെ ഇഷ്ടപ്പെടുന്ന എല്ലാ കൂട്ടുകാരും ചെയ്ത് വെക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അങ്ങനെ ഞാനാണെങ്കിൽ വെളിയിലേക്ക് ഇറങ്ങിയിട്ട് കറക്റ്റ് കാര്യം ഞാൻ കാണിച്ചു തരാം. പിന്നെ ഈ ഒരു MBC നിങ്ങൾ എവിടെ പോവുകയാണെങ്കിലും ആ MBCs ഒക്കെ നിങ്ങളുടെ കൂടെ വരുന്നതായിരിക്കും. നിങ്ങളുടെ കൂടെ നടക്കത്തില്ല, പക്ഷേ കൂടെ വരും.
വന്നിട്ട് അവിടെ എവിടെയെങ്കിലും ഇങ്ങനെ നടന്ന് പോകുന്നതായിരിക്കും. ആ പെണ്ണാണെങ്കിൽ ഓടിപ്പോകുന്നതായിട്ട് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. അങ്ങനെ ഇതിൻ്റെ അകത്താണെങ്കിൽ ഓടുന്നതും ചാടുന്നതും ഒക്കെ ഭയങ്കരമായിട്ട് റിയലിസ്റ്റിക് ആണ്. നിങ്ങൾ മസ്റ്റായിട്ട് ഈ ഒരു ഗെയിം ട്രൈ ചെയ്ത് നോക്കുക. കുറേ കൂട്ടുകാർ കളിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. ഇതിൻ്റെ കുറേയധികം അപ്ഡേറ്റിൻ്റെ വീഡിയോ ഒക്കെ വരുന്നുണ്ട്. ഇതിൻ്റെ അപ്ഡേറ്റിൻ്റെ ചെയ്ത് കഴിഞ്ഞാൽ എത്ര കൂട്ടുകാർ കളിക്കുന്നുണ്ടെന്ന് എനിക്കറിയത്തില്ലല്ലോ. അത് കാരണമാണ് ഞാൻ ഇതിൻ്റെ അപ്ഡേറ്റിൻ്റെ വീഡിയോസ് ഒന്നും ചെയ്യാത്തത്. അതുപോലെ തന്നെ ഇവിടെയായിട്ട് ഫുള്ളായിട്ട് ഇങ്ങനെ പടക്കം പൊട്ടിക്കൊണ്ടിരിക്കുകയാണ്. നല്ല രസമുണ്ടല്ലേ ഗൈസ് കാണാൻ വേണ്ടിയിട്ട്. ഇതുപോലെ തന്നെ നിങ്ങളുടെ ഈ ഒരു ഗെയിമിലേക്ക് ചുഴലിക്കാറ്റ് ആടാക്കാനായിട്ട് പറ്റും. അതുപോലെ തന്നെ ഇഷ്ടംപോലെ ഓപ്ഷൻസ് ഉണ്ട്. ഈ ഒരു വീഡിയോയിൽ ഞാൻ കുറച്ച് ഓപ്ഷൻസ് മാത്രമേ പറയുന്നുള്ളൂ. അടുത്തൊരു വീഡിയോയിൽ ഞാൻ കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറഞ്ഞുതരാം. നിങ്ങൾ സെക്കൻഡ് പാർട്ട് വേണമെന്ന് പറയുകയാണെങ്കിൽ ഉറപ്പായിട്ട് ഞാൻ പറഞ്ഞുതരാം. സെക്കൻഡ് പാർട്ട് വേണേൽ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ട ഇപ്പോൾ തന്നെ പോയിട്ടൊന്ന് ലൈക്ക് ചെയ്തിട്ട് താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്തായിരിക്കാവുന്ന ബെല്ലൈക്കൺ ഓപ്ഷൻ പ്രസ് ചെയ്ത് വെക്കാനായിട്ട് ഒട്ടും മറക്കരുത്. അപ്പോൾ ലവ് യു ഓൾ ആൻഡ് ടേക്ക് കെയർ.